സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കോഴിക്കോട് നിന്നും ദേവാല വരെ പോകുന്ന CWMS ബസ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനലിൽ കാണിക്കാൻ പോകുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് ഈ ഒരു ദേവാല സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും ഉച്ചയ്ക്ക് 3:15 ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നിന്നും എരഞ്ഞിപ്പാലം, സിവിൽ, കുന്നമംഗലം, കൊടുവള്ളി, താമരശ്ശേരി, ലക്കിടി, ചൂണ്ട, ഓടത്തോട്, കൂട്ടമുണ്ട്, ആടിവയൽ, വടുവഞ്ചാൽ, ചേരമ്പാടി, പന്തല്ലൂർ വഴിയാണ് ദേവാലയിലോട്ട്. കോഴിക്കോട് നിന്നും ദേവാല വരെ ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് 130 രൂപയാണ്. അതേപോലെ 4.5 മണിക്കൂറോളമാണ് യാത്ര വരുന്നത്. അങ്ങനെ 3:15 നമ്മൾ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിരവധി പേർ വയനാട് ജില്ലയിലോട്ട് കുടിയേറിയ കാലം 1939 കോഴിക്കോട് CC&N കമ്പനിയും KPS ബസ് സർവീസും മൈസൂരിലെ മാരുതി മോട്ടോഴ്സുമായി കൂടിച്ചേർന്ന് തുടങ്ങിയ സർവീസാണ് കേട്ടോ നമ്മുടെ ഈ ഒരു CWMSൻ്റേത്. പണ്ട് കാലത്ത് കോഴിക്കോടും വയനാടുമെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് നിരവധി സർവീസുകളും ലോക്കൽ പെർമിറ്റുകളും എല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ദേവാല സർവീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ബസ്സിന് പിന്നിൽ ഒരു KSRTC സർവീസ് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും നീലഗിരിയിലെ ജനങ്ങൾ ഈ ഒരു ബസ്സിന് വേണ്ടി കാത്തുനിന്ന് കയറുന്ന ചരിത്രമാണ് കേട്ടോ ഇപ്പോഴും ഉള്ളത്. വലതുവശത്ത് കാണുന്നത് EMS സ്റ്റേഡിയമാണ് കേട്ടോ. ഈ ഒരു ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. വലത്തോട്ട് പോയാൽ മാനാഞ്ചിറയാണ്, നേരെ പോയാൽ പാളയമാണ്. നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നത്. ഇടത്തോട്ട് പോയി സിവിൽ, കുന്നമംഗലം വഴിയാണ് നമ്മൾ വയനാട്ടിലോട്ടുള്ള സർവീസ്. വയനാട് ഭാഗത്തോട്ട് മെഡിക്കൽ കോളേജ് വഴിയും പോകാൻ പറ്റും കേട്ടോ. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഇൻ്റർ സ്റ്റേറ്റ് പെർമിറ്റുള്ള ഒരേ ഒരു പ്രൈവറ്റ് ബസ് അത് നമ്മുടെ CWMS തന്നെയാണ് കേട്ടോ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റോഡിന് നേരെ മിനി ബൈപ്പാസ് വഴി എരഞ്ഞിപ്പാലത്തോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ എരഞ്ഞിപ്പാലം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. എരഞ്ഞിപ്പാലം ജംഗ്ഷനിൽ നിന്നും വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ടൗണും, നേരെ പോയാൽ ബാലുശ്ശേരി ഭാഗത്തോട്ടുമാണ്. നമ്മളങ്ങനെ വലത്തോട്ടാണ് പോകുന്നത്. വലതുവശത്ത് കാണുന്നത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനാണ്. സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. NH 66 നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നും ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കണ്ണൂർ ഭാഗത്തോട്ടും, വലത്തോട്ട് പോയി കഴിഞ്ഞാൽ എറണാകുളം സൈഡിലോട്ടുമാണ് പോകുന്നത്. നേരെ പോകുന്നത് വയനാട് സൈഡുമാണ്. പണ്ട് കാലത്ത് ആവി എഞ്ചിനിലായിരുന്നു കേട്ടോ ഈ ഒരു ബസ് ഓടിക്കൊണ്ടിരുന്നത്. കോഴിക്കോട് നിന്നും ദേവാലയയിലോട്ട് പോകുമ്പോൾ അടിവാരത്തെത്തി എഞ്ചിൻ തണുപ്പിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പാറപ്പടിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ വീഡിയോ കോളാവുമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, പക്ഷേ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു. എന്ത് തടസ്സം വന്നാലും കൃത്യസമയം പാലിച്ച് കോഴിക്കോട് തിരിച്ചു പോകുന്ന സർവീസ് ആയതിനാൽ ദേവാലക്കാരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു നമ്മുടെ ഈ ഒരു CWMS. ഇടതുവശത്തിലൂടെ ഒഴുകുന്നത് പൂനൂർ പുഴയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പടനിലത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പടനിലത്ത് നിന്നും ഇടത്തോട്ട് പോകുന്നത് നരിക്കുനി റോഡാണ്. അങ്ങനെ നമ്മൾ കൊടുവള്ളിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടുവള്ളി ടൗണിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുവള്ളി കോഴിക്കോട് വയനാട് റൂട്ടിലെ ഒരു മെയിൻ സ്റ്റോപ്പ് കൂടിയാണ് കേട്ടോ. കൊടുവള്ളിയിൽ നിന്നും ഇടത്തോട്ട് പോകുന്നത് നരിക്കുനി റോഡ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളത് കൊടുവള്ളി ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ടെലഫോൺ പോലും ഇല്ലാത്ത കാലത്ത് വയനാട്ടിലും ദേവാലയയിലുമുള്ളവർ ബസ് ജീവനക്കാരിലൂടെയാണ് കേട്ടോ സന്ദേശവും സാധനങ്ങളും പണവുമെല്ലാം കൈമാറിയിരുന്നത്. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഈ ഒരു ബസ്സും ഈ ഒരു ബസ്സിലെ ജീവനക്കാരോടും. ദേവാല നീലഗിരി ജില്ലയിലെ ഒരു ചെറിയ പട്ടണമാണ്. പണ്ട് കാലത്ത് ഈ ഒരു ബസ് നീരാവി ഫെർഗോ എഞ്ചിനിലാണ് പ്രവർത്തിച്ചിരുന്നത്. അടിവാരത്ത് നിന്നും കൽക്കരി കത്തിച്ച് വെള്ളം ചൂടാക്കുന്ന ജോലി ക്ലീനർക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ ബസ്സിൻ്റെ ബോഡി AE കോച്ച് പൊള്ളാച്ചിയിൽ നിന്നുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ താമരശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. താമരശ്ശേരിയിൽ നിന്നും ചുണ്ട, മേപ്പാടി, വടുവഞ്ചാല്, ചേരമ്പാടി വഴിയാണ് ദേവാലയയിലോട്ട് പോകുന്നത്. നമ്മൾ താമരശ്ശേരിയിൽ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ നിന്നും വലത്തോട്ട് പോയാൽ പുതിയ ബസ് സ്റ്റാൻഡാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് മാത്രമേ ബസ് പോകുന്നുള്ളൂ. അങ്ങനെ നമ്മൾ താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലതുവശത്ത് കാണുന്നത് താമരശ്ശേരി സബ് ഡിപ്പോ ആണ്. താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിലോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ ജസ്റ്റ് ആളെ കയറ്റി അല്ലെങ്കിൽ ഇറക്കി പോരേണ്ട ടൈം മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാൻ സഹായിച്ച ഡ്രൈവറോടും കണ്ടക്ടറോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും വയനാട് കോഴിക്കോട് പാതയിൽ ഇത്രയും പഴക്കമുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ആ ഒരു രാജകീയ പെർമിറ്റിൽ ഇന്നും തൻ്റെ ജൈത്രയാത്ര നടത്തുന്ന നമ്മുടെ CWMS അഥവാ കാലിക്കറ്റ് വയനാട് മോട്ടോർ സർവീസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വിൻ സൈനിങ് ഔട്ട്. ബൈ.